ഹായ് ഡിയേഴ്സ്, നമ്മുടെ സെക്കൻഡ് ടേമിന്റെ ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ തന്നെയാണ് വസന്ത് മേരെ ഗാവ്. ഈ ചാപ്റ്ററിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലുണ്ടാകുക, ഒന്നും മനസ്സിലാകാത്ത ഒരു ചാപ്റ്റർ അല്ലേ എന്നായിരിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം റിവിഷൻ ടൈമിൽ വരെ കുട്ടികൾക്ക് എപ്പോഴും ഡൗട്ട്സ് ഉള്ള ഒരു ചാപ്റ്ററാണ് വസന്ത് മേരെ ഗാവ്. ഇതിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എന്തിനെ കുറിച്ച് പറയുന്നു, നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഈ ചാപ്റ്റർ ഈ ഒരു വീഡിയോയോട് കൂടി നിങ്ങൾക്ക് നന്നായി മനസ്സിലാകും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. അപ്പൊ ഈ വീഡിയോയിൽ നമുക്ക് പറയുന്നത് വസന്ത് മേരെ ഗാവ് എന്ന ചാപ്റ്റർ എന്താണ്, എന്തിനെ കുറിച്ച് പറയുന്നു. ആദ്യം തന്നെ പറയട്ടെ, മുകേഷ് നൗട്ടിയാൽ എന്ന സാഹിത്യകാരന്റെ ഒരു ലേഖാണ് വസന്ത് മേരെ ഗാവ്. അപ്പൊ ഈ വസന്ത് മേരെ ഗാവിൽ നമുക്ക് ആ പേരിൽ തന്നെ മനസ്സിലാക്കാം, ഗ്രാമമുണ്ട് അല്ലെ. അദ്ദേഹത്തിന്റെ ഉത്തരാഖണ്ഡിലെ ഗ്രാമത്തിൽ ഓരോ സീസണിലും വരുന്ന ആ ഗ്രാമത്തിലേക്ക് കടന്നു വരുന്ന ഓരോ ഉത്സവത്തെ കുറിച്ചും പിന്നെ അത് കൂടാതെ എന്തൊക്കെ പ്രത്യേകതകളാണ് ആ ഗ്രാമത്തിൽ ആ സമയത്ത് എന്നതിനെ കുറിച്ചുമാണ് ഈ ലേഖിൽ അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കുന്നത്. ഇതിൽ ആദ്യം തന്നെ നമ്മുടെ ചാപ്റ്ററിൽ പറയുന്നത് ഫുൽദേയി എന്ന ത്യോഹാറിനെ കുറിച്ചാണ്. ഫുൽദേയി എന്ന് പറയുന്നത് കുട്ടികളുടെ ഉത്തരാഖണ്ഡിലെ ഏറ്റവും വലിയൊരു ആഘോഷമാണ് ഫുൽദേയി. ഇത് നമ്മുടെ ഓണം പോലെ തന്നെയാണ്. നിങ്ങൾക്ക് അതുകൊണ്ട് കുറച്ചൊരു സാമ്യം തോന്നുന്നുണ്ടാകും, കുറച്ചുകൂടി ഈസിയാന്ന് തോന്നും. കാരണം ഈ ഒരു പ്രത്യേകത ഉള്ളത് 10 ദിവസമാണ് നമുക്ക് ഇവിടെ ഓണാഘോഷമെങ്കിൽ അവർക്ക് 21 ദിവസമാണ് ഫുൽദേയി എന്ന ആഘോഷം. കുട്ടികളുടെ ആഘോഷം എന്ന് പറയാനുള്ള കാരണം ഇതിലെ എല്ലാ റോളും കുട്ടികൾ തന്നെയാണ് നിർവഹിക്കുന്നത്. തലേ ദിവസം കുട്ടികൾ പൂക്കൾ ശേഖരിക്കുന്നു. ശേഖരിച്ച പൂക്കൾ ഗ്രാമത്തിലുള്ള വീടുകളുടെ ഉമ്മറപ്പടികൾ അലങ്കരിക്കുവാനായിട്ട് പോകുന്നു. രാവിലെ പോയിട്ട് ഈ പൂക്കളം തീർക്കുന്നതിലൂടെ ആ വീട്ടുകാര് കുട്ടികൾക്ക് ദക്ഷിണ നൽകുന്നു. ഈ ദക്ഷിണ നൽകുന്നത് പലപ്പോഴും എന്താണ്, എന്തെങ്കിലും ഒരു ഭക്ഷണ സാധനമായിരിക്കും. ദാൽ, ചാവൽ, ഗുഡ് എന്നിങ്ങനെയുള്ള ശർക്കര, ഗോതമ്പ്, പരിപ്പ് തുടങ്ങിയ സാധനങ്ങളായിരിക്കും. ഇങ്ങനെ കിട്ടുന്ന ദക്ഷിണ ഈ കുട്ടികൾ 21 ദിവസവും സൂക്ഷിച്ചു വെക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അവസാന ദിവസം, ഈ ഉത്സവത്തിന്റെ അവസാന ദിവസം അവരൊരു സമൂഹ സദ്യ ഉണ്ടാക്കും. ഈ സമൂഹ സദ്യ ഉണ്ടാക്കുന്നത് മുഴുവനും കുട്ടികൾ തന്നെ. എന്നാൽ മുതിർന്നവരുടെ പങ്കെന്താ, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ മാത്രം കൊടുക്കുക എന്നുള്ളതാണ്. ഈ സമയത്ത് കുട്ടികൾ ഈ സമൂഹ സദ്യ ഉണ്ടാക്കുന്ന സമയത്ത് വലിയ ആളുകളാണെങ്കിലോ അവരുടെ പാട്ടുകളൊക്കെ പാടി വലിയ ആഘോഷത്തിലായിരിക്കും അവർ. ഇങ്ങനെ ഇവർ പാടുന്ന ഈ പാട്ടിനെയാണ് ചൗത്തി ഗീത്ത് എന്ന് പറയുന്നത്. നമ്മുടെ പാഠഭാഗത്ത് പറയുന്നുണ്ട് അല്ലെ, ചൗത്തി ഗീത്ത്. ഈ ചൗത്തി ഗീത്ത് പാടുന്ന പരമ്പരാഗതമായിട്ടുള്ള അവിടുത്തെ പാട്ടുകാരെ ഔജികൾ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഇവരും മുതിർന്ന ആളുകളും ഒക്കെ ആ ഉത്സവ സമയത്ത്, ഈ സമൂഹ സദ്യയുടെ സമയത്ത് പാട്ടുകളൊക്കെ പാടി, ഈ പാട്ടിൽ പ്രധാനമായും പറയുന്നത് പാണ്ഡവരുടെ ഹിമാലയ യാത്രയെ കുറിച്ചും പിന്നെ അവരുടെ പ്രദേശത്തുള്ള ആ ഹിമാലയ പ്രദേശത്തുള്ള വീരഗാഥകൾ, വീരന്മാരായിട്ടുള്ള ആളുകളുടെ കഥകളെ കുറിച്ചും ഒക്കെയാണ് ഈ പാട്ടിൽ പറയുന്നത്. ഇതാണ് പ്രധാനമായും ഫസ്റ്റിൽ നമ്മൾ പ്രധാനമായും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഈ ലേഖിലെ ഭാഗം. പിന്നീട് പറയുന്നത് വസന്തം വഴിമാറുന്നതോടുകൂടി പതുക്കെ പതുക്കെ അവിടേക്ക് എന്താകുന്നു, കാലാവസ്ഥയിൽ മാറ്റം വരുന്നു, ചൂട് കൂടുന്നു. ഈ സമയത്ത് ഗംഗയിലെ പ്രവാഹം, ജലപ്രവാഹം കുറച്ചുകൂടെ സ്പീഡിലാകുന്നു. അങ്ങനെ ആ ഗ്രാമത്തിലേക്ക് എന്താകുന്നു, കുറച്ച് ചൂടായി, തണുപ്പ് കുറഞ്ഞു. ഈ തണുപ്പുള്ള സമയത്ത് ഹിമാലയത്തിന്റെ ആ പർവ്വതത്തിന്റെ മുകൾ ഭാഗങ്ങളിലുള്ള ആളുകൾ എന്ത് ചെയ്യും, അവിടെ നിന്ന് താഴ്വരകളിലേക്ക് യാത്ര തിരിക്കും. എന്ന് വെച്ചാൽ അവരവരുടെ വളർത്തു മൃഗങ്ങളൊക്കെ ആയിട്ട് എവിടെങ്കിലൊക്കെ അലഞ്ഞ് പർവ്വതത്തിന്റെ താഴ്വരകളിലായിരിക്കും അവരുടെ താമസം. അവർ പലപ്പോഴും കാട്ടിലോ മേച്ചിൽ പുറങ്ങളിലോ ഒക്കെ ആയിരിക്കും താമസിക്കുന്നത്. പിന്നീട് ഇവിടെ തണുപ്പ് കുറഞ്ഞു, ചൂടാണ് ഇനി വരുന്നത്, കാലാവസ്ഥയിലെ വ്യത്യാസം മനസ്സിലാക്കി ഇങ്ങനെ ഇവിടെ നിന്ന് പോയിട്ടുള്ള പശുചാരക് എന്ന് പറഞ്ഞാൽ ഇടയന്മാർ, പശുചാരക് ഇവരെന്ത് ചെയ്യുന്നു, തിരിച്ച് തങ്ങളുടെ ഗ്രാമത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. അങ്ങനെ തിരിച്ചു വരുമ്പോൾ അവർ ഈ പല ഗ്രാമങ്ങളിലൂടെയാണല്ലേ നടന്ന് സഞ്ചരിക്കുന്നത്. തിരിച്ചു വരുന്ന സമയത്ത് അവരവരുടെ കയ്യിലുള്ള മൃഗങ്ങൾ, അവർ വളർത്തുന്ന മൃഗങ്ങളെയും പിന്നെ അത് കൂടാതെ ഇവരിങ്ങനെ ഈ അലഞ്ഞ് മേച്ചിൽപ്പുറങ്ങളിലൊക്കെ നടക്കുമ്പോൾ ഒരുപാട് ഔഷധ ചെടികളൊക്കെ ഇവർക്ക് കിട്ടും. ഈ ഔഷധ സസ്യങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവര് ഈ ഗ്രാമവാസികൾക്ക് വിൽക്കും. ഇങ്ങനെ വിൽക്കുമ്പോൾ അപ്പൊ തന്നെ റൊക്കം പണം കൊടുക്കേണ്ടതില്ല. അപ്പൊ ഈ ഗ്രാമത്തിന്റെ ഒരു നിഷ്കളങ്കത കൂടിയാണ് അവിടെ നമുക്ക് ഈ ലേഖിലൂടെ കാണിച്ചു തരുന്നത്. അവിടെയുള്ള ആളുകളും ഈ പശുചാരകും, ഗ്രാമവാസികളും പശുചാരകും തമ്മിൽ ഒരു കണക്കുകളും എവിടെയും രേഖപ്പെടുത്തി വെക്കുന്നില്ല. ഇപ്പം
കൊടുക്കുന്ന ഇത്തവണ അവർ യാത്ര ചെയ്യുമ്പോൾ വിൽക്കുന്ന സാധനങ്ങളുടെ പണം അടുത്ത തവണ തണുപ്പ് കാലത്ത് അവർ വീണ്ടും ഇതുപോലെ താഴ്വരകളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കൊടുത്താലും മതി. അപ്പോൾ ഒരു വർഷത്തെ ഗ്യാപ്പാണ് അവർക്ക് കിട്ടുന്നത് അല്ലെ. അപ്പൊ അവിടെ പണം എന്നതല്ല, മറിച്ച് നൂറ്റാണ്ടുകളുടെ ബന്ധമാണ് ഈ ഗ്രാമവാസികളും ഈ പശുചാരകന്മാരും തമ്മിലുള്ളത് എന്നാണ് പറയുന്നത്. പിന്നീടാണെങ്കിലോ ഈ പശുചാരകന്മാർക്ക് തിരിച്ച് തങ്ങളുടെ വീടുകളിലേക്ക് പോകുന്ന ഒരു ആഘോഷം, അത് ആ ഗ്രാമത്തിലെ രണ്ടാം ഫുൾ ഡേക്ക് ശേഷമുള്ള മറ്റൊരു ആഘോഷമാണ് എന്നാണ് ലേഖകൻ പറയുന്നത്. അവർ പാട്ടൊക്കെ പാടി നൃത്തമൊക്കെ ചെയ്തുകൊണ്ടാണ് അവരുടെ കൂട്ടം ഇങ്ങനെ ഗ്രാമത്തിലൂടെ യാത്ര ചെയ്തു പോകുന്നത്. പിന്നീട് പറയുന്നത് ഈ തിരക്കുകൾക്കൊക്കെ ശേഷം ആ ഗ്രാമത്തിലേക്ക് വരുന്ന തിരക്ക് അവിടുത്തെ ബദ്രീനാഥ്, കേദാർനാഥ് തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രക്കാരുടെ തിരക്കാണ്. അപ്പൊ ഇപ്പോഴും അവിടെയുള്ള പൂജാരിമാർ എന്ന് പറഞ്ഞ് നിയമിക്കപ്പെടുന്നത് നമ്മുടെ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള പൂജാരിമാരാണ് എന്ന് പ്രത്യേകം നമ്മുടെ പാഠഭാഗത്ത് പറയുന്നുണ്ട്. അപ്പൊ അവരുടെ ആ ഒരു കോലാഹലം ആദ്യം നടന്നു പോകുന്ന തീർത്ഥാടകരാണ്. പിന്നീട് അവിടെ വരുന്നതോ ബസ്സിലോ അല്ലെങ്കിൽ വാഹനങ്ങളിലോ വരുന്ന തീർത്ഥാടകരുടെ തിരക്ക്. അപ്പൊ ഈ തിരക്ക് കണ്ടാൽ ഇവിടെ ലേഖകൻ പറയാണ്, ഈ തിരക്ക് കണ്ടാൽ നമുക്ക് മറന്നു പോകും കഴിഞ്ഞ ഒരു മാസം മുന്നേ വരെ അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുന്നേ വരെ ഈ താഴ്വര തീർത്തും ശാന്തമായിരുന്നു എന്ന കാര്യം മറന്നു പോകും. കാരണം അത്രയ്ക്ക് കോലാഹലമാണ് തീർത്ഥാടകരുടെ തിരക്ക് കൊണ്ട് ആ താഴ്വരകളിൽ. ഇവിടെ ലേഖകൻ പറയുന്നത് ഹിമാലയം അതിന്റെ സ്ഥാനത്ത് ഹാജരാണ്, സൂര്യനോ തന്റെ യാത്ര തുടർന്നുകൊണ്ടേ നിൽക്കുന്നു. ഇങ്ങനെ ഹിമാലയം നിലനിൽക്കുന്നിടത്തോളം കാലം തന്റെ ഗ്രാമത്തിലേക്ക് വരുന്ന സീസണുകൾ ഇങ്ങനെ തന്നെ യാത്ര തുടരുകയും ചെയ്യുന്നു, ഉത്സവങ്ങളുമായിട്ട് വരുന്നു എന്നാണ് പറയുന്നത്. ഈ ചാപ്റ്റർ നിങ്ങൾ പഠിക്കുമ്പോൾ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആ ഫുൽദേയി എന്ന ഉത്സവത്തെ കുറിച്ചും പശുചാരകരുടെ യാത്രയെ കുറിച്ചും നിർബന്ധമായും പ്രധാനമായും പഠിച്ചിരിക്കുക. ഇത്രയും ഭാഗങ്ങൾ മറന്നു പോകാതെ കൃത്യമായി നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് മനസ്സിലാക്കി പഠിച്ചു വെക്കുക. എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്ന ഭാഗമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഒരു സംശയവും ഉണ്ടാകില്ല എന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ഈ ചാപ്റ്റർ മൊത്തം എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ലേഖിൽ പറയുന്നത് എന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് മറ്റൊരു ചാപ്റ്ററുമായി കാണാം. അതുവരെക്കും ബൈ.